പാർട്ടി വിമതർക്ക് CPI അംഗത്വം നൽകിയ നടപടിയെ വിമർശിച്ചുകൊണ്ട് CPM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് പരസ്യപ്രസ്താവന ഇറക്കിയതിന് പിന്നാലെയാണ് വിശദീകരണവുമായി CPI ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. രക്തസാക്ഷിയുടെ വിധവയോട് തെറ്റായ സമീപനം സ്വീകരിക്കുകയും തെരഞ്ഞെടുപ്പിൽ വർഗശത്രുക്കളെ സഹായിക്കുകയും ചെയ്തവരെ മാലയിട്ട് സ്വീകരിച്ച CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നടപടി ഇടത് ഐക്യം ദുർബലപ്പെടുത്താനാണെന്നായിരുന്നു CPMന്റെ വിമർശനം. CPI അംഗത്വം നൽകുന്നതുവരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ലെന്ന് CPI ജില്ലാ നേതൃത്വം പറയുന്നു. ഇനിയും CPM വിട്ടു വരുന്നവർ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സ്വീകരിക്കും. അവർ BJPയിലോ കോൺഗ്രസിലോ പോകാൻ പാടില്ല എന്ന അടിയുറച്ച നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. CPM വിട്ടവർ കൊള്ളരുതാത്തവർ എന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. ഇത്തരം ശ്രമങ്ങൾ നടത്തി തങ്ങളെ താറടിക്കാൻ CPMനാവില്ല. ഇതൊന്നും കാണിച്ചാൽ പേടിക്കുന്ന പാർട്ടിയല്ല CPI. ഈ പ്രസ്താവന CPM പോലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ജില്ലാ ഘടകം ഇറക്കാൻ പാടില്ലാത്തതായിരുന്നു. അവർക്ക് എന്തെങ്കിലും സംബന്ധിച്ച് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പരസ്പരം രണ്ട് പാർട്ടികളും തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടത്തുന്നതായിരുന്നു ഏറ്റവും അന്തസ്സേറിയ നടപടി. ഇടതുപക്ഷ ഐക്യത്തെ ഏറ്റവും ശക്തമായി നിലനിർത്താനും ഇടയാക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഉദയംപേരൂരിൽ നടന്ന സമ്മേളനത്തിൽ 500-ൽ പരം പേരാണ് CPM വിട്ട് CPIയിൽ ചേർന്നത്. കാനം രാജേന്ദ്രൻ അടക്കം പങ്കെടുത്ത ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് ഇടതുമുന്നണി ചർച്ച ചെയ്യണമെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം. CPI ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം കൂടിയായതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. മീഡിയ 1 കൊച്ചി.